പിന്നെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബംഗ്ലാദേശിൽ ഒരു പട്ടാള അട്ടിമറിയൊക്കെ നടന്നു. അതിൻ്റെ അനന്തരഫലങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യക്ക് മേലും സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. അവിടുത്തെ ഹിന്ദുക്കളെ വല്ലാതെ കൊന്നൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇന്നലെ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്ന വാർത്ത എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ സാമ്പത്തിക അരാജകത്വം വരുന്നു, രാജ്യം വലിയ നിശ്ചലാവസ്ഥയിലാണ്, തകർച്ചയുടെ വക്കിലാണ് എന്നൊക്കെയാണ്. ഇപ്പം അതുപോലെ തന്നെ മറ്റൊരു രാജ്യവും സാമ്പത്തികമായിട്ട് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. വലിയ രീതിയിലുള്ള വിലക്കയറ്റവും കൊണ്ട് പൊറുതിമുട്ടി. അവിടെയും ഒരു ഇസ്ലാമിസ്റ്റ് രാജ്യം തന്നെയാണ്. ഇവർക്കും തീവ്രവാദമല്ലാതെ ഭരിക്കാൻ അറിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതാണ് ആ രാജ്യം? പാർത്തൻ പറഞ്ഞത് ശരിയാണ്. ബംഗ്ലാദേശിന് പിന്നാലെ മറ്റൊരു രാജ്യവും കൂടി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എന്നതിനപ്പുറം നയതന്ത്ര പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് എന്നുള്ള ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ആ രാജ്യത്ത് തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശ് നമുക്ക് തന്നെ തലവേദനയാകുന്ന ഒരു കാര്യമാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭായ് ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതായത് ഇന്ത്യയെ മറികടന്ന് പാകിസ്ഥാനിൽ നിന്ന് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കോളാം, പാകിസ്ഥാനാണ് ഞങ്ങളുടെ ഉയർ, പാകിസ്ഥാൻ മുഖ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശിലെ യൂനസ് രംഗത്തിറങ്ങിയപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു ഇന്ത്യയിൽ നിന്നാണ് ഞങ്ങൾ സാധനം വാങ്ങുന്നതെന്ന്. അതോടെ എല്ലാം അടപടലം തേഞ്ഞിരിക്കുകയാണ് ബംഗ്ലാദേശ്. ഇപ്പോൾ പാകിസ്ഥാനിൽ രാഷ്ട്രീയ പ്രതിസന്ധി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിന് കാരണം പാകിസ്ഥാനിൽ നമ്മൾ പറഞ്ഞല്ലോ സാമ്പത്തിക അരക്ഷിതാവസ്ഥ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷ്യസാധനങ്ങൾ കിട്ടാനില്ല, ദാരിദ്ര്യമായ കൊടും പട്ടിണിയിലേക്കാണ് പാകിസ്ഥാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു റൊട്ടിക്ക് തന്നെ 1000 രൂപയാണ് അവിടെ വിലയിടുന്നത്, ഒരു റൊട്ടിക്ക്. കാരണം അത്രത്തോളം കിട്ടാനുമില്ല, എന്നാൽ ആളുകൾക്ക് വിശപ്പടക്കാൻ അത് വാങ്ങാതിരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ. മാത്രമല്ല 1 കിലോ ആട്ടയ്ക്ക് 3000 രൂപയാണ്. അപ്പോൾ ആ ലെവലിലേക്കാണ് പാകിസ്ഥാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന PTI നേതാവ് കൂടിയായ ഇമ്രാൻഖാൻ ഒരു പട്ടാള അട്ടിമറിയിലൂടെ ഇമ്രാൻഖാനെ വിചാരണ നടത്തി ജയിലിൽ അടച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഷഹബാസ് ഷെരീഫാണ്. അപ്പോൾ ഇദ്ദേഹത്തിനോട് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഇമ്രാൻഖാനെ നിങ്ങൾ പുറത്തുവിടൂ, വിചാരണയൊക്കെ മതിയാക്കി ഇമ്രാൻഖാനെ പുറത്തുവിടും. ഇമ്രാൻഖാൻ ഉണ്ടായിരുന്ന സമയത്ത് ഇത്രത്തോളം അധപ്പതനത്തിലേക്ക് രാജ്യം പോയിട്ടില്ല. ഇപ്പോൾ വലിയ രീതിയിലുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ട്, പട്ടിണി, ദാരിദ്ര്യം ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു നിലപാട് മാറ്റിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ നേതാവിനെ ഇമ്രാൻഖാനെ ജയിലിൽ നിന്ന് പുറത്തുവിടും, ഇല്ലെങ്കിൽ ഇവിടെ ഒരു വലിയ കലാപം ഞങ്ങൾ ഉണ്ടാക്കും. ഇതാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ജനങ്ങളുടെ ഈ ഒരു പറച്ചിലിൽ വലിയ രീതിയിൽ ഭയപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്നത്. ഇവിടെ അതായത് ബംഗ്ലാദേശിൽ അമേരിക്ക കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ ഇസ്ലാമിക തീവ്രവാദികൾ ചേർന്നാണ് ഇവിടെ ഒരു അട്ടിമറിക്ക് സാധ്യത. അതായത് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ ഓട്ടിച്ചത് പട്ടാള അട്ടിമറിയിലൂടെ. നമുക്ക് പലപ്പോഴും അറിയാം, ഇന്ത്യൻ്റെ ജെയിംസ് ബോണ്ട് എന്ന് പറയുന്ന അജിത് ഡോവലിൻ്റെ തന്ത്രങ്ങൾ ഏത് തരത്തിലേക്കാണ്, എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. കാരണം അജ്ഞാതർ പല തീവ്രവാദികളെയും, പല തലയ്ക്ക് കോടികൾ വിലയിട്ടിരിക്കുന്ന പല തീവ്രവാദികളെയും കൊന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഏത് അജ്ഞാതൻ എവിടെ നിന്ന് വന്ന് കൊന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കാം. പാകിസ്ഥാനിൽ പിച്ചക്കാരനായിരുന്നു കൊണ്ട് അവിടുത്തെ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ടുവന്ന ആളാണ് അജിത് ഡോവൽ എന്ന് പറയുന്ന മനുഷ്യൻ. ഇതിൻ്റെ പിന്നിൽ ഈ പാകിസ്ഥാനിൽ ഒരു രാഷ്ട്രീയ അട്ടിമറി നടത്തുന്നതിന് പിന്നിൽ ജനങ്ങളെ ഇത്രത്തോളം എന്താ പറയുക ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ അജിത് ഡോവലിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ആലോചിക്കുക. പാകിസ്ഥാനിൽ അജിത് ഡോവലിന് എന്താണ് കാര്യമെന്ന് പലരും ചോദിക്കും. അജിത് ഡോവലിന് പാകിസ്ഥാനിലല്ല അമേരിക്കയിൽ വരെ പോയി നിന്ന് ചാരപ്രവർത്തികൾ നടത്തി ഇന്ത്യക്കെതിരെ ഏതെങ്കിലും ശക്തികൾ തിരിയുന്നുണ്ടെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ കഴിവുള്ള ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് അജിത് ഡോവൽ. അപ്പോൾ പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ കയറി ഒരു പട്ടാള അട്ടിമറി നടത്തിയിട്ടുണ്ട് എങ്കിൽ പാകിസ്ഥാന് തിരിച്ച് അതേ നാണയത്തിൽ മറുപടി കൊടുക്കാൻ അജിത് ഡോവൽ ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പലരും സംശയത്തോടെ നോക്കുന്നത്. മാത്രമല്ല ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്ത്യയെ ഞെട്ടിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക സൈനികരെ പിൻവലിച്ചപ്പോൾ അമേരിക്കയുടെ കുറേ ആയുധങ്ങൾ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. അതായത് അമേരിക്ക പറഞ്ഞ ഞങ്ങൾക്ക് ഇപ്പോൾ കൊണ്ടുപോകാൻ സ്ഥലമില്ല, അതുകൊണ്ട് തൽക്കാലം ഇവിടെ കിടക്കട്ടെ എന്നുള്ളത്. പക്ഷെ അമേരിക്കയുടെ ലക്ഷ്യം അതല്ലായിരുന്നു. ആ ആയുധങ്ങൾ താലിബാൻ എടുത്തിട്ട് ഇന്ത്യക്കെതിരെ
താലിബാൻ ഇതൊരു ആയുധമാക്കി നാളെ ഇന്ത്യക്കെതിരെ താലിബാനിലെ തീവ്രവാദികൾ തിരിഞ്ഞാൽ അവർക്കൊരു സഹായമാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക ആ ആയുധങ്ങൾ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയത്. അമേരിക്ക ഉപേക്ഷിച്ച ആയുധങ്ങൾ നമ്മുടെ പാകിസ്ഥാൻ വഴി നമ്മുടെ ജമ്മു കാശ്മീരിലേക്ക് എത്തിയെന്നുള്ളതാണ്. സ്റ്റീൽ ബുള്ളറ്റുകൾ. അത് കണ്ട് അവിടുത്തെ പട്ടാളക്കാർ വരെ ഞെട്ടിപ്പോയി. പക്ഷെ നമ്മുടെ പട്ടാളക്കാരുടെ സൂക്ഷ്മമായ നിരീക്ഷണവും കർശനമായ സുരക്ഷയും ഒക്കെ ഉള്ളത് കൊണ്ട് ഈ എത്തിയ ബുള്ളറ്റുകൾ, സ്റ്റീൽ ബുള്ളറ്റുകൾ നമുക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു. നമ്മുടെ അതിർത്തികളിൽ ഒന്നും ചെയ്യാൻ ഈ തീവ്രവാദികൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ തന്നെ പാകിസ്ഥാനെ ഇന്ത്യ നോട്ടമിട്ട് വച്ചിരുന്നതാണ്, അമേരിക്കയും. കാരണം അമേരിക്കയാണ് ഇത്തരം ആയുധങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് താലിബാനെ വഴി ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് കാശ്മീർ അതിർത്തിയിലേക്ക് തീവ്രവാദികൾ എത്തിക്കൊണ്ട് ഇത്തരം ഒരു അട്ടിമറി നടത്തട്ടെ എന്നുള്ള ഒരു രീതി അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. അത് നമ്മുടെ സൈനികർ ഇല്ലാതാക്കി എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഇമ്രാൻഖാന്റെ കൂടെയുള്ള അണികളും എല്ലാവരും കൂടെ ചേർന്നൊരു ഉന്നത സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഈ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ അവരുമായി ചർച്ച നടത്തി. ആ ചർച്ചയിലൊന്നും വലിയ ഫലം കണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും. എങ്ങനെയുള്ള സമരം? നിയമലംഘനമായ സമരം. അതായത് നിങ്ങളുടെ പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ ഒക്കെ വലിയ സുരക്ഷയും പ്രോട്ടോക്കോളും ഒക്കെ ഉണ്ടാകും. ഞങ്ങൾ ആ പ്രോട്ടോക്കോളുകളെല്ലാം ലംഘിച്ചുകൊണ്ട് നിയമലംഘനമായ ഒരു സമരവുമായിട്ടായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെ തടയാൻ ഇനി നിങ്ങൾ നിൽക്കണ്ട. പാകിസ്ഥാനിലെ സാമ്പത്തിക അരക്ഷിതത്വം ഉണ്ടായത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഷഹനാസ് ഷെരീഫ് ഭരിക്കുന്നത് കൊണ്ടാണ്. ഇയാൾക്ക് തീവ്രവാദികളെ വളർത്താനാണ് താല്പര്യം. തീവ്രവാദ ശക്തികൾക്ക് വേണ്ടി ലോകത്ത് പല ഭാഗത്തു നിന്ന് പണം കടം വാങ്ങിയിട്ട് IS പോലുള്ള പല തീവ്രവാദ ശക്തികളെയും വളർത്തിക്കൊണ്ടിരിക്കാൻ അവിടുത്തെ ജനങ്ങളുടെ പട്ടിണിയോ ദാരിദ്ര്യമോ സാമ്പത്തിക ഉന്നമനമോ വികസനമോ ഒന്നും ഇയാൾക്കൊരു വിഷയമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇമ്രാൻഖാനെ മതി. നിങ്ങൾ വിചാരണ തടവില അല്ലെങ്കിൽ ജയിലിൽ അടച്ചിരിക്കുന്ന ഇമ്രാൻഖാനെ പുറത്തു കൊണ്ടുവന്നില്ല എങ്കിൽ വലിയൊരു നയതന്ത്ര കലാപത്തിലേക്ക് പാകിസ്ഥാൻ പോകും. അത് നിങ്ങൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കുമെന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഒരു തലവേദനയായി മാറുമ്പോൾ ബംഗ്ലാദേശിന്റെ ഭായി എന്ന് പറയുന്ന പാകിസ്ഥാൻ അതിലും വലിയ തലവേദനയായി മാറുന്നു. അങ്ങനെ പാകിസ്ഥാനെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന അജിത് ഡോവലിന്റെ തന്ത്രങ്ങളാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. പ്രധാനമായും തന്നെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫ് പാർട്ടിയുടെ നേതാവാണ് ഈ പറയുന്ന ഇമ്രാൻഖാൻ ജയിലിലായിരുന്നു. പാകിസ്ഥാന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പല സമയത്തും അവിടെ ഈ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും ഭരണകൂടങ്ങൾ അട്ടിമറിക്കപ്പെടുകയും ചെയ്യും. അവർക്ക് കാലങ്ങളെടുത്ത് നിന്ന് കഴിഞ്ഞാലും ഇപ്പോൾ ഇവിടെ UDF LDF മാറി അധികാരത്തിൽ വരുന്നത് പോലെ ഓരോ പാർട്ടികൾ, ചിലപ്പോൾ ഇമ്രാൻഖാന്റെ പാർട്ടി പുതിയ പാർട്ടിയാണ്, കുറച്ചു കാലമായിട്ടേ വന്നിട്ടുള്ളൂ. പകരം അവിടെ ഉണ്ടായിരുന്ന ചില പാർട്ടികളുണ്ട്. ആ പാർട്ടികൾ തുടർച്ചയായ അധികാരത്തിൽ വരുന്നു, മാറി അധികാരത്തിൽ വരുന്നു. എന്നിട്ടും ഈ പാകിസ്ഥാന്റെ സാമ്പത്തിക നിലയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇവരൊക്കെ തന്നെ തീവ്രവാദികളെ എങ്ങനെയുണ്ട് വളർത്താൻ, തീവ്രവാദികളെ വളർത്തി ഇന്ത്യയിലേക്ക് എങ്ങനെ പറഞ്ഞയക്കാം, ഇന്ത്യയിൽ എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാം, ജമ്മു കാശ്മീരിൽ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാം, ഇതൊക്കെയാണ് ഇവരുടെ ഒരു ഗവേഷണ ഫലം എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഇപ്പം പൂർണ്ണമായും സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് പോയ പാകിസ്ഥാനെ ഇപ്പോൾ എന്താണ് ഈ പറയുന്ന ഒരു ജനകീയ ജനാധിപത്യ പ്രക്ഷോഭം വരുന്നതിലൂടെ ഒരു പട്ടാള അട്ടിമറിയും കൂടി അതിൻ്റെ പിന്നിൽ മണക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന ഇമ്രാൻഖാൻ വീണ്ടും അധികാരത്തിലേക്ക് വന്നില്ലെങ്കിൽ അവിടെ പട്ടിണി കിടന്ന് ചാവും എന്നുള്ളൊരു നിലയിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പം ഇമ്രാൻഖാൻ വന്നാൽ പോലും പാകിസ്ഥാന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലേക്ക് സാമ്പത്തികമായി കൂപ്പുകുത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്താണ് ഈ പറയുന്ന ആഹ്ലാദ സൂചികയിൽ ഇന്ത്യയേക്കാൾ മുന്നിലാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ.